സ്നേഹമുള്ളവരെ, ആദ്യമായിട്ടാണ് ഞാൻ ഈ ഗുഡ് ഷെപ്പേർഡ് ധ്യാന കേന്ദ്രത്തിലൂടേക്ക് വരുന്നത്. ഞാൻ അടുത്തുള്ള ചൊവ്വന്നൂർ പള്ളിയിലെ വികാരിച്ചനാണ്. ഇരഞ്ചിച്ചത്തച്ഛനെ നേരത്തെ പരിചയമുണ്ട്. എൻ്റെ ചേട്ടൻ്റെ സഭയിലെ അച്ഛനെ പലപ്പോഴും കണ്ടുമുട്ടാനായിട്ട് ഇടയായിട്ടുണ്ട്. അച്ഛനൊരു സഹായത്തിനായിട്ട് ഞാൻ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഇവിടേക്ക് വിശുദ്ധ കുർബാനയ്ക്ക് വരണം. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട്, ഈ സ്ഥലങ്ങളിലേക്കൊന്നും ഞാൻ വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് ഈ സ്ഥലവും ഞാനൊക്കെ പരിചയപ്പെടുന്നത്. പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗമൊന്നും പുറത്തു പോകുകയില്ല. നമ്മൾ ഈ നോമ്പ് കാലഘട്ടത്തിലാണ്. നോമ്പ് കാലം ഈശോയിലേക്ക് നോക്കാനും ശക്തി നേടാനും ആത്മാവിൻ്റെ ശക്തി നേടാനും ഉള്ള ഒരു അവസരമാണ്. പരിത്യാഗത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ദാനധർമ്മത്തിൻ്റെയും ഒക്കെ പുണ്യം പൂക്കുന്ന വലിയ ആത്മീയ അനുഗ്രഹങ്ങളുടെ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മളായിരിക്കുന്നത്, നോമ്പ് കാലം. അപ്പോൾ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് സഭാമാതാവ് പിശാച് ബാധിച്ചൊരു ബാലനെ സുഖപ്പെടുത്തുന്ന, ഈശോ സുഖപ്പെടുത്തുന്ന ഒരു ഭാഗമാണ്. ശിഷ്യന്മാർക്ക് അതിന് സാധിച്ചില്ല. ഈശോ വളരെയധികം സങ്കടത്തോടും വിഷമത്തോടും കൂടി പറയുന്നുണ്ട്, വിശ്വാസമില്ലാത്ത തലമുറയെ ഞാൻ എത്ര നാൾ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും, എത്ര നാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ചില ഭാഗങ്ങളിൽ പറയുന്നത് വഴിപിഴച്ച തലമുറയെ എന്നാണ്. ശിഷ്യന്മാർ വളരെ സ്വകാര്യമായിട്ട് ഈശോയോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്, എന്തുകൊണ്ട് ഞങ്ങൾക്ക് അതിനെ സാധിച്ചില്ല? ഈശോ ഇന്ന് ഈ സുവിശേഷത്തിൽ, മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്ന ഉത്തരം, പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗമൊന്നും പുറത്തു പോകുകയില്ല. ഇപ്പം എന്താണ് പ്രാർത്ഥന എന്ന് പറയുന്നത്? ദൈവമായുള്ള ബന്ധമാണ് പ്രാർത്ഥന, ദൈവമായുള്ള സംഭാഷണമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്ക് ചില കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം, വിശുദ്ധിയോടുകൂടി പ്രാർത്ഥിക്കണം. ജോഷയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 5-ാമത്തെ വചനം, ഇന്ന് നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചാൽ നാളെ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. റോമക്കാർക്കുള്ള ലേഖനം 12-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം, നിങ്ങളുടെ ശരീരങ്ങൾ വിശുദ്ധവും ദൈവത്തിന് സജീകരവുമായ പ്രീതികരമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ, ഇതായിരിക്കും നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. അപ്പോൾ ഒരു കാര്യം വേണ്ടത് വിശുദ്ധിയോടുകൂടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമുക്ക് നോമ്പ് കാലമാണ്, വളരെ ഒരുക്കത്തോടും വിശുദ്ധിയോടും കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾക്ക് വളരെ സാധാരണക്കാരാണ്, പോരായ്മകളുള്ളവരാണ്, മാനുഷികമായ ബലഹീനതകളുള്ളവരാണ്. ഈശോ പറയുന്നുണ്ട്, സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ ഉണ്ടാൽ കുമ്പസാരി ചൊരുങ്ങി പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ തമ്പുരാൻ നമ്മളെ സഹായിക്കും. വിശുദ്ധിയോടുകൂടിയാണ് പ്രാർത്ഥിക്കുവാൻ. പിശാച് എപ്പോഴും ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോൾ ആ പ്രാർത്ഥന തടസ്സപ്പെടുത്താൻ നോക്കും. നമ്മൾ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ അതിന് തടസ്സങ്ങൾ വരുത്തുവാനായിട്ട് പിശാച് പരിശ്രമിച്ചു കൊണ്ടിരിക്കും. ഒരു ജപമാല ചെല്ലുമ്പോൾ, വീട്ടിലെ കുടുംബ പ്രാർത്ഥനയ്ക്കായിരിക്കുമ്പോൾ, വിശുദ്ധ കുർബാനയ്ക്കായിട്ട് നമ്മൾ പോകുമ്പോൾ അവൻ എന്തെങ്കിലും തടസ്സങ്ങൾ വരുത്താനായിട്ട് എന്തെങ്കിലും രീതിയിൽ ആ കുടുംബ പ്രാർത്ഥന മുടക്കാൻ, വിശുദ്ധ കുർബാന മുടക്കാൻ, പ്രാർത്ഥിക്കാതിരിക്കുവാനായിട്ടുള്ള പരിശ്രമങ്ങൾ പിശാച് ചെയ്യും. ഈ പിശാച് എന്ന് പറയുന്നത് എന്താണ്? പിശാച്, നമ്മൾ ഈ കഴിഞ്ഞ ഞായറാഴ്ച സുവിശേഷത്തിൽ നമ്മൾ ഈശോയുടെ പ്രലോഭനങ്ങളെ പറ്റി നമ്മൾ ധ്യാനിച്ചു, നമ്മൾ ചിന്തിച്ചു. പിശാച് നമ്മളെ സഹായിക്കാൻ എന്നുള്ള വ്യാജാനയാണ് വരുന്നത്. പല ഓഫറുകൾ നമുക്കറിയാം. ഓണം, ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലും മറ്റ് കമ്പനികളിലൊക്കെ ഓഫറുകൾ വയ്ക്കും.
എന്ന് പറയുന്ന ഒരു പിശാച് ഓഫറുമായിട്ട് വരികയാണ്, സഹായിക്കാൻ എന്നുള്ള വ്യാജേനെ. പിശാച് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ മനസ്സിന് ഇണങ്ങിയ പരസ്യങ്ങൾ പോലെയാണ്. പരസ്യങ്ങൾക്ക് നമ്മൾ ആകൃഷ്ടരാകും. നമ്മുടെ മനസ്സിനിണങ്ങിയ വ്യക്തികളായി, ആശയങ്ങളായി, പ്രസ്ഥാനങ്ങളായി നമ്മളെ സഹായിക്കാൻ എന്ന വ്യാജേന. നമ്മളൊക്കെ പണ്ട് കാലത്ത് കാറ്റീസം ക്ലാസ്സുകളിലും നമ്മളൊക്കെ സ്കിറ്റുകളിലൊക്കെ അവതരിപ്പിക്കും പിശാച് എന്ന് വളരെ ക്രൂരനായിട്ട്, നീണ്ട പല്ലുകളും നീണ്ട മൂക്കും വാലും വികൃതമായ രൂപത്തിലാണ് നാടകങ്ങളിലൊക്കെ നമ്മൾ പിശാചിനെ അവതരിപ്പിക്കാറ്. പക്ഷെ പിശാച് അങ്ങനെയല്ല വരുന്നത്. വളരെ സൗന്ദര്യത്തോടുകൂടി, വളരെ നമ്മളെ സഹായിക്കാനെന്നുള്ള വ്യാജേനെ നമ്മുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെടുത്താതിരിക്കുക. യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടെ നിങ്ങളോടും ചേർന്ന് നിൽക്കും. പുറപ്പാട് 14:14 പറയുന്നുണ്ട്, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. വിശുദ്ധിയോടുകൂടി ഒരു വിശുദ്ധിയുള്ള പാത്രമായി നമ്മൾ തീരണം. ആ വിശുദ്ധിയിൽ തമ്പുരാനോട് പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ നമ്മുടെ തടസ്സങ്ങൾ മാറ്റും, പ്രതിബന്ധങ്ങൾ മാറ്റും, നമ്മളിലുള്ള എല്ലാ മാലിന്യങ്ങളും എടുത്ത് മാറ്റപ്പെടും. വിശുദ്ധിയോടുകൂടി പ്രാർത്ഥിക്കുവാൻ. രണ്ടാമത്, എളിമയോടുകൂടി നമ്മുടെ അയോഗ്യതകൾ ഏറ്റുപറഞ്ഞ് അഹങ്കാരമില്ലാതെ, ഞാനെന്ന ഭാവമില്ലാതെ എളിമയോടുകൂടി പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. രണ്ടുപേര് പ്രാർത്ഥിക്കാൻ പോയ കഥ ലൂക്കായുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ചുങ്കക്കാരനും ഫരീസിയനും. ആ ചുങ്കക്കാരൻ മാറത്തടിച്ചുകൊണ്ട്, ദൈവമേ ഞാൻ പാപിയാണ്, എൻ്റെ മേൽ കരുണയായിരിക്കണമേ. കുഷ്ഠരോഗികൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണേ, ദാവീദിന്റെ പുത്ര ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പത്രോസ്ലീഹ പറയുന്നുണ്ട്, ഞാൻ പാപിയാണ്. ഈ ഒരു മനോഭാവത്തോടു കൂടി, എളിമയോടുകൂടി നമ്മൾക്ക് ഒരു പക്ഷെ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ടായിരിക്കാം, ദാനങ്ങളും താലന്തുകളും അനുഗ്രഹങ്ങളും. ഒന്നും അഹങ്കരിക്കാനായിട്ടിടയാകരുത്. തമ്പുരാന് സന്നിധിയിൽ വെറുമയായി, എളിമയോടുകൂടി, നിഷ്കളങ്കതയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. മറ്റൊന്നുള്ളത്, നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരടിയം ഇടവകയിൽ ആയിരുന്നു. അവിടുത്തെ വികാരിയായിരുന്നു വരടിയം എന്ന് പറയുന്ന ഇടവകയിൽ. അവിടെ ധ്യാനിപ്പിക്കാൻ വന്ന ബോംബെയിലുള്ളൊരു അച്ഛനുണ്ട്, സക്രിയാസ് നീലങ്കാവിൽ എന്ന് പറയുന്ന അച്ഛൻ. അപ്പോൾ അവിടെ ഒരു ഗ്രോട്ട പണിയണം. വളരെ സാധാരണക്കാര് താമസിക്കുന്ന ഒരു ഇടവകയാണ് വരടിയം. ഒരു മാതാവിൻ്റെ ഒരു ഗ്രോട്ട പണിയാനായിട്ട്, അപ്പോൾ അച്ഛൻ അവിടെ വെക്കേഷനിൽ, അച്ഛൻ്റെ വീട് അവിടെയാണ്. അപ്പോൾ അച്ഛൻ ആ വെക്കേഷനിൽ അവിടെ വന്ന് അച്ഛനെ ഞാൻ എയർപോർട്ടിൽ കൊണ്ടുവന്നാക്കാനായിട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ ഒരു ഗ്രോട്ട പണിയണമെന്ന് ആഗ്രഹമുണ്ട് മാതാവിൻ്റെ, എങ്ങനെയാണ് സാധിക്കുമോയെന്ന് അറിയില്ല. ഞാനും അച്ഛനും എയർപോർട്ട് വരെ യാത്ര ചെയ്യുമ്പോൾ അച്ഛൻ പറഞ്ഞു, തമ്പുരാൻ ഗ്രോട്ട പണി ചെയ്യാനായിട്ട് പണം തന്നതിനോർത്ത് നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ് അച്ഛൻ ചൊല്ലുന്നത്. അച്ഛൻ്റെ ഒരു ശൈലി അങ്ങനെയാണ്. ബോംബെയിൽ അച്ഛന് ക്യാൻസർ കില്ലിംഗ് പ്രീസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അച്ഛൻ ഇത് സാധിപ്പിച്ച് തന്നു എന്ന് തമ്പുരാനോട് പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥന ആരംഭിക്കുന്നത്. ഈശോ ലാസറിനെ ഉയർപ്പിക്കുമ്പോൾ പറയുന്ന ഒരു വാചകമുണ്ട്, പിതാവേ അങ്ങന്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ലാസറിനെ ഉയർപ്പിച്ചിട്ടില്ല, അതിനു മുമ്പേ തന്നെ ഈശോ അത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. ഓരോ അപ്പത്തിന്റെ മുമ്പിലും നന്ദിയോടുകൂടിയായിരുന്നു ഈശോയുടെ പ്രാർത്ഥന. ഇവിടെ അങ്ങനെ അച്ഛനുമായി എയർപോർട്ട് വരെ യാത്ര ചെയ്യുമ്പോൾ അച്ഛൻ ഞങ്ങളിങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഗ്രോട്ടയ്ക്ക് പൈസ തന്നതിനോർത്ത് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് എയർപോർട്ടിൽ നിന്ന് വന്ന് പള്ളിയിലെത്തുമ്പോഴേക്കും ആളുകളുടെ സഹായങ്ങളായി വളരെ മനോഹരമായി അവിടെ മാതാവിൻ്റെ ഗ്രോട്ട പണിയാനും പല കാര്യങ്ങളും സെമിത്തേരിക്കും കൊടിമരത്തിനൊക്കെ ആയിട്ട് ആളുകൾ സമൃദ്ധമായി പണം തന്നു തുടങ്ങി.
അച്ഛൻ പലപ്പോഴും ക്യാൻസർ രോഗികളുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ രോഗത്തെ സൗഖ്യപ്പെടുത്തിയതിനോർത്ത് നന്ദി പറയുന്നു തമ്പുരാനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അച്ഛൻ്റെ പ്രാർത്ഥനകൾ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ അതിൽ മനസ്സിലാക്കിയ കാര്യം വിശ്വാസത്തോടു കൂടി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. യേശു ഏതൊരു അത്ഭുതത്തിന് മുമ്പിലും ചോദിക്കുന്നത്, നീ വിശ്വസിക്കുന്നവോ? നീ ഇത് വിശ്വസിക്കുന്നവോ? വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയുടെ ബേസിക് കാര്യമാണ് വിശ്വാസം. കർത്താവ് ഇതെനിക്ക് നൽകിയിരിക്കുന്ന വിശ്വാസത്തോടെ കൂടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ സുവിശേഷത്തിൽ തന്നെ മറ്റൊരു ഭാഗത്ത് മർക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിച്ചത്, ലൂക്കായുടെയും മത്തായുടെയും സുവിശേഷം ഇതേ അത്ഭുതം പറയുന്നത് വിശ്വാസത്തോടുള്ള പ്രാർത്ഥന എല്ലാം സാധ്യമാക്കും എന്നുള്ളതാണ്. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. എളിമയോടുകൂടി പ്രാർത്ഥിക്കാൻ, വിശുദ്ധിയോടുകൂടി പ്രാർത്ഥിക്കുവാൻ, നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ സുവിശേഷ ഭാഗം നമ്മളിലുള്ള എല്ലാ പ്രതിബന്ധങ്ങളും എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റട്ടെ. എല്ലാ പൈശാചിക മേഖലകളെയും എടുത്തു മാറ്റുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് തടസ്സങ്ങളും പ്രതിസന്ധികളും ആകുലതകളും നമ്മുടെ ജീവിതത്തിലുണ്ട്. ഏറ്റവും വലിയ പ്രാർത്ഥന പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ചതാണ്, കർത്താവിൻ്റെ ദാസി നിന്റെ ഹിതം പോലെ. ദൈവഹിതത്തിനായി പ്രാർത്ഥിക്കുക. പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾക്കാണ് നമ്മൾ പ്രാർത്ഥിക്കാറ്, അത് ആവശ്യമാണ്. നമ്മുടെ താല്പര്യങ്ങൾക്കാണ് നമ്മൾ പ്രാർത്ഥിക്കാറ്. ഏറ്റവും പരമ്യമായിട്ടുള്ള പ്രാർത്ഥനയുടെ ഏറ്റവും ആ സായുജ്യത്തിലെത്തുന്നത് ദൈവഹിതത്തിനായി പ്രാർത്ഥിക്കുക. ദൈവമേ, നിന്റെ ഇഷ്ടം പോലെ എന്നിൽ സംഭവിക്കട്ടെ. പരിശുദ്ധ അമ്മ അതാണ് പ്രാർത്ഥിച്ചത്. ഈശോയുടെ പ്രാർത്ഥനയും അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ ഇഷ്ടമല്ല പിതാവേ, നിന്റെ ഇഷ്ടം പോലെ സംഭവിക്കട്ടെ. ദൈവഹിതത്തിനായി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവമായുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയിൽ നമുക്ക് ആഴപ്പെടാം. ആ ഒരു റിലേ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് തിന്മകളുടെ ശക്തികൾ നമ്മുടെ മേൽ വേരോടും. ദൈവമായുള്ള ബന്ധത്തിൽ നിലനിർത്താൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നമുക്ക് യാചിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.